നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ജെന്യുവിൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ CCTV ഫുട്ടേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. താങ്ക് യു റോയ്. പക്ഷേ ഒരു കാര്യം, നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്കോ എൻ്റെ സ്ഥാപനത്തിനോ ഇതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഏയ് ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. റോയ് ചെയ്യുന്ന ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കുകയില്ല. ശരി, വരൂ. അമ്മ നല്ല ആളാട്ടോ. ഇതിനു വേണ്ടിയാ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചേ. അതിനിപ്പോ എന്താ സംഭവിച്ചേ? കൊറേ നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടി. എനിക്കവൻ സ്വൈര്യം തരണ്ടേ? നിത്യക്ക് എന്താ വേണ്ടേ വേണ്ടേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എന്നിട്ട് അവൻ ഇവിടുന്ന് പോന്നോ? പോന്നു. ഇന്ന് ഞങ്ങള് കൊറേ നേരം സംസാരിച്ചു. എന്നിട്ട് കൊറേ നേരം സംസാരിച്ചിട്ട് ആണ് പോയി. അവനെ ശരിക്കും മനസ്സിലായോ മോൾക്ക്? എന്ത് തോന്നി മോൾക്ക്? പാവാ, എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതെ മോളെ, അമ്മയ്ക്കും അത് തോന്നി. അങ്ങനെ ആവാനല്ലേ പറ്റൂ. നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാ പറ്റുക? അതൊക്കെ ശരി. ഇനി സമ്മാനങ്ങൾ കൊടുത്തു വിടാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല. ചില നേരത്ത് സെറ്റ് സാരിയോ മുണ്ടോ ഒക്കെ വാങ്ങാൻ ഞാൻ അവനെ കടയിലേക്ക് വിടും. തിരിച്ചു വരുമ്പോ ഒരു കെട്ടുണ്ടാവും കയ്യില്. ചോദിച്ചാ പറയും, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് അമ്മയ്ക്ക് ചേരുമെന്ന്. ഇനിയിപ്പോ മോളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. അച്ഛനും മോളും കൂടി കുറേ സമയമായിട്ടേ മുറ്റത്താ. എന്താന്ന് ഞാൻ പോയി നോക്കട്ടെ. ശരി അമ്മേ, എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ആ മോളെ, ഒരു മിനിറ്റ്. കണ്ടില്ലേ ആരാ വന്നിരിക്കുന്നത്? മോളെ വാ. ആ മോളെ, ഇവിടെ ശ്രുതി വന്നതാ. ശ്രുതി എന്താ വീണ്ടും അവിടേക്ക്? ഇവളെങ്ങോട്ടെങ്കിലും പോയ വഴിക്ക് കേറിയതാവും. എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം മോളെ. ശരി അമ്മേ. ഇവളെന്താ വീണ്ടും അവിടെ പോയത്? ഒരു കാര്യം ഞാൻ പറയാൻ സുജാതെ, ഈ സാറെ തിരക്കി ശ്രുതിമോള് വന്ന ഈ വരവുണ്ടല്ലോ, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പോഴത്തെ യൂത്തിനെ കുറിച്ച് എന്തൊക്കെ അഭിപ്രായം? ഒരു പ്രശ്നമുണ്ടായാൽ ആ വഴിക്ക് അവരെ കാണില്ലെന്നല്ലേ? പക്ഷേ സാറയ്ക്ക് സുഖമായോന്നറിയാൻ വേണ്ടി ശ്രുതിമോള് വീണ്ടും വന്നല്ലോ. കണ്ട് പഠിക്കടേ. അച്ഛാ, നിത്യേച്ചിയുടെ ആലോചന വന്നപ്പോഴേ അമ്മ എന്നെ തള്ളി പറയാൻ തുടങ്ങിയതാ. ഇനി ശ്രുതി വരുന്നതോടെ അച്ഛനും കൂടി എന്നെ തള്ളി പറഞ്ഞ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകും കേട്ടോ. ഞാൻ വന്നത് കുഴപ്പമായോ? അങ്ങനെയൊന്നുമില്ല. ശ്രുതി വന്ന എല്ലാവർക്കും സന്തോഷല്ലേ ഉള്ളൂ. ജീവൻ ഇപ്പൊ വരും. അവൻ നിത്യയുടെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. മോള് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.